ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാർഷിക മേഖല, തൊഴിൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകി 2024-25 വർഷത്തെ കേന്ദ്ര ബജറ്റ്. കർഷകർക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതൃപ്തി രേഖപ്പെടുത്തി ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കില്ലെന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആശ്വാസം നൽകി കൂടുതൽ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ സ്ഥാനം ഉറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കാർഷിക മേഖല, അടിസ്ഥാന സൌകര്യ വികസനം, തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. കർഷകർ, പാവപ്പെട്ടവർ, വനിതകൾ, യുവജനങ്ങൾ എന്നീ 4 വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ്. ആഗോള സാമ്പത്തിക മേഖല അനിശ്ചിതാവസ്ഥ നേരിടുന്നതിനിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കത്തോടെ വളർച്ച തുടർന്നതായി ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. തൊഴിൽ, നൈപുണ്യ വികസനം, MSME, മധ്യവർഗക്ഷേമം എന്നിവയ്ക്ക് കേന്ദ്ര ബജറ്റ് ഊന്നൽ നൽകുന്നു. വനിതാ സ്വയം സഹായ സംരംഭങ്ങൾക്കുള്ള വിപണി പ്രവേശം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. കാർഷികോത്പാദനം, തൊഴിൽ, നൈപുണ്യ വികസനം, നിർമ്മാണ സേവന മേഖലകൾ, അടിസ്ഥാന സൌകര്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹിക നീതി, ഊർജ്ജ സുരക്ഷ തുടങ്ങി 9 മേഖലകൾ കേന്ദ്രീകരിച്ചാവും സർക്കാരിന്റെ പ്രവർത്തനമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. അടിസ്ഥാന സൌകര്യ വികസനത്തിന് 11,11,111 കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്രം വകയിരുത്തി. സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശരഹിത വായ്പ തുടരും. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന 5 വർഷത്തേക്ക് കൂടി നീട്ടിയതായും 80 കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. കൃഷി, കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1.52 ലക്ഷം കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കുന്ന 109 ഇനം കാർഷിക വിളകൾ പുറത്തിറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രത്യേക പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അതീവ പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത്. യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി 2 ലക്ഷം കോടി രൂപയുടെ 5 പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി 1.48 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പുതിയതായി തൊഴിൽ സേനയുടെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കേന്ദ്രം ഉറപ്പു നൽകുന്നു. മുദ്രാ ലോൺ പരിധി 20 ലക്ഷമാക്കി ഉയർത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആദായ നികുതി ചട്ടത്തിൽ സമഗ്ര പരിഷ്കരണം വരുത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചു. പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണ്ണയ സമ്പ്രദായത്തിന് കീഴിൽ കൂടുതൽ ഇളവുകളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പുതിയ സംവിധാനത്തിന് കീഴിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകളും പരിഷ്കരിച്ചു. 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. കുടുംബ പെൻഷന്റെ നികുതി ഇളവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതിയും 40-ൽ നിന്ന് 35% കുറച്ചിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി. മൊബൈൽ ഫോൺ, ചാർജറുകൾ തുടങ്ങിയവയുടെ തീരുവ 15% കുറച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവ 6% കുറച്ചു. പ്ലാറ്റിനത്തിന്റെ തീരുവ 6.4% തുണി, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവയും കുറച്ചു. അതേസമയം പ്ലാസ്റ്റിക്, ഫ്ലെക്സ്, PVC തുടങ്ങിയവയുടെ തീരുവ 10%-ൽ നിന്നും 25% ഉയർത്തി. വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള പദ്ധതികൾക്കായി 3 ലക്ഷം കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ 63,000 ഗ്രാമങ്ങളിൽ നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
വികസിത ഭാരതത്തിനു വേണ്ടിയുള്ളതാണ് ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യവികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. തൊഴിൽ, ഊർജ്ജ മേഖലകളിൽ പുതിയ അവസരങ്ങളാണ് ബജറ്റിലുള്ളത്. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിലൂടെ രാജ്യത്ത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ശ്രീ മോദി പറഞ്ഞു. കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് ഫിക്കി. ഏഞ്ചൽ ടാക്സ് നീക്കം ചെയ്തതും കോർപ്പറേറ്റ് നികുതി കുറച്ചതും ഗുണകരമാകുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് കൂട്ടായ്മയായ ഫിക്കി പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷ സഖ്യം ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിക്കും. എന്നാൽ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ബജറ്റ് നിരാശപ്പെടുത്തുന്നതെന്നും വരുമാന അസമത്വം പരിഹരിക്കുന്നില്ല എന്നും ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നു. സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജറ്റിൽ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സുതാര്യവും ക്രമക്കേടുകളില്ലാത്തതുമായ പരീക്ഷാ സമ്പ്രദായം ഒരുക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും നീറ്റ് അഴിമതിയിൽ ഉൾപ്പെട്ടവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. എൻടിഎയുടെ സമ്പൂർണ്ണ നവീകരണത്തിനായി ഉന്നതതല സമിതി രൂപീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ ഇന്നലെ സുപ്രീം കോടതി തള്ളിയിരുന്നു. വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ തള്ളിയത്. പരീക്ഷ റദ്ദാക്കിയാൽ അത് 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ജസ്റ്റിസ് ജെ ബി പണ്ഡിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ഇന്നലെ പുറത്തുവന്ന 17 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത പ്രചരിച്ചതിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിച്ച് ഇന്ത്യ. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിൽ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നേപ്പാളിനെതിരെ 82 റൺസിന് വിജയത്തോടെയാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 179 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിന് നിശ്ചിത ഓവറിൽ 96 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാനും സെമി യോഗ്യത നേടിയപ്പോൾ നേപ്പാളും UAEയും പുറത്തായി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. തെരച്ചിലിനുള്ള ബോറിംഗ് യന്ത്രം എത്തിച്ച് നദിക്കരയിൽ ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കും. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം ജില്ലയിൽ 38 വീടുകൾ ഭാഗികമായി തകർന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നാളെ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുകെയുടെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറും സമഗ്ര നയതന്ത്ര പങ്കാളിത്തവും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖല, തൊഴിൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകി 2024-25 വർഷത്തെ കേന്ദ്ര ബജറ്റ്. കർഷകർക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതൃപ്തി രേഖപ്പെടുത്തി ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കില്ലെന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആശ്വാസം നൽകി കൂടുതൽ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ സ്ഥാനമുറപ്പിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.